നമ്മൾ ഹൗസ് വാമിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിരിക്കുകയാണ്. വണ്ടി എടുക്കാൻ പോകുന്നു. എൻ്റെ ലുക്കാണ് ഇത്. നമ്മൾ പോവാണ്. എൻ്റെ ഡ്രസ്സ് ഞാനത്തെ പയ്യനോട് കുഞ്ഞു കിടക്കുമായിരിക്കും. അപ്പൊ നമ്മള് നേരെ ചെല്ലാനത്ത് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേ കൂടെ പോകുമായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലും പിന്നെ വേറൊരു കാര്യം വിചാരിക്കും ഞാൻ ഷോ കാണിക്കുവാന്ന് കണ്ണാടിയൊക്കെ വെച്ച്. അല്ലാട്ടാ, കണ്ണ് വെയിലടിച്ചിട്ട് ഭയങ്കര വിഷയം. മൈഗ്രെയിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് വെയിലത്ത് നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കണ്ണാടി വെച്ചിട്ട് പോകുന്നില്ല. എനിക്കുണ്ട്. പിന്നെ ഞാൻ ത്യാഗം ചെയ്ത് അവക്ക് കൊടുത്തേച്ചു വെച്ചോട്ടെ. ഒരെണ്ണം എടുക്കാൻ മറന്നു. ഇവിടെ നമ്മളിപ്പോ മറ്റേ ഇതിലേ പോകണം. കുമ്പളങ്ങി നല്ല തണലത്തൂടെയൊക്കെ പോകണം. എന്തായാലും ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് കണ്ടാ, നമ്മളിങ്ങനെ ഇടറോഡ് കയറിയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. കാര്യം ഹൈവേയിൽ നല്ല വെയിലും ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത വെയിൽ, ബ്ലോക്കും ഉണ്ട്. അപ്പൊ നമ്മളോർക്ക് നേരെ പടിഞ്ഞാറൻ വഴി പിടിക്കാം. അതാകുമ്പം മറ്റേ എന്താണ് വശ്ശീല സുന്ദരി സോമലിംഗി മറ്റേ ആ സാധനം ഉണ്ടല്ലോ, അത് ആ സാധനം ഒക്കെ കണ്ടു. വളരെ ഗ്രാമീണ അതിസുന്ദരിയായിട്ട് കുമ്പളങ്ങി ഒരുങ്ങിയിരിക്കുന്നു. അതായത് നമ്മളെ കുമ്പളങ്ങി നൈറ്റ്സ് പടം പിടിച്ചില്ല ആ സ്ഥലം. സുന്ദരി അങ്ങനെയൊക്കെ നമ്മൾ പോകുകയാണ്. നമ്മള് വളരെ ഗ്രാമീണ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഡ്രൈവറിന്റെ പേര് മൽബർ എന്നാണ്. എന്ന സ്ഥലത്തൂടെയൊക്കെ നമ്മൾ പോവുകയാണ്. അപ്പൊ എന്തായാലും നമ്മള് ബേബീനെ കൊണ്ടുവന്നിട്ടില്ല. എല്ലാരും ഓർക്കുന്നത് കുഞ്ഞിനെ കൊണ്ടുപോകാണ്ട് പോണേന്ന്. അവൻ ഇപ്പളേ കറങ്ങണ്ട, നമ്മൾ എൻജോയ് ചെയ്യട്ടെ. നമ്മൾ എൻജോയ് ചെയ്യട്ടെ. അവൻ ഇപ്പളേ കറക്കണ്ട, സമയമാകുമ്പോ കൊണ്ടുവരാം. അതന്നെ, കുറച്ച് കഴിയട്ടെ, ഇച്ചിരി കൂടെ വലുതാവട്ടെ. അപ്പൊ എന്തായാലും കുട്ടി സേഫ് ആണ്, വീട്ടിലിരിപ്പുണ്ട്, ഹാപ്പി ആയിട്ട് അവിടെ ഇരുന്നോട്ടെ. കിടന്നുറക്കമാണ്, ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. അതെ. അപ്പൊ എന്തായാലും നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇടക്കിടക്ക് കാണിച്ചു തരാട്ടോ. ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോകുന്നതിന്റെ ഇടയ്ക്ക് കോപ്പി റൈറ്റ് വരുന്നോണ്ട് അതാണ് നമ്മൾ ഇടക്ക് വീഡിയോ ഇതായി പോകുന്നത്. നമ്മൾ പാട്ടിൽ ലയിച്ച് ഇങ്ങനെ പോകുകയാണ്. അതെ. നമ്മളിങ്ങനെ മതിമറന്നു പോകുന്നു. ഇടക്കിടക്ക് വ്ലോഗ് എടുക്കുന്നത് പെട്ടെന്ന് ഓർക്കും, അയ്യോ വ്ലോഗ് എടുത്തോണ്ടിരിക്കുവായിരുന്നല്ലോ, അങ്ങനെ എടുക്കുന്നതാണ്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുക, കാണുക. അടിപൊളി വീഡിയോസ് ആണ്. നമ്മള് നമ്മുടെ ഒരു അത് എന്താ സംഭവം, നമ്മൾ പോകുന്ന എവിടെയാന്ന് പറഞ്ഞില്ല. നമ്മള് എറണാകുളമാണ് പോകുന്നത്. എറണാകുളത്ത് റിലേറ്റീവ് ഉണ്ട്, ഷിയുടെ റിലേറ്റീവിന്റെ ഹൗസ് വാമിങ്. ഞാനതാണ് ഉദ്ദേശിച്ചത്, ഹൗസ് വാമിങ്. അപ്പൊ അതിന് കിട്ടാത്തോണ്ട് സ്റ്റാൻഡേർഡ് ഹൗസ് വാമിങ് എന്നൊക്കെ പറയാൻ ഓർത്താണ്. പക്ഷേ ഹൗസ് വാമിങ് കിട്ടാത്തോണ്ട് പ്രവസ്തുള്ള എന്നാക്കി. അതെ. അപ്പൊ എന്തായാലും നമ്മള് പോവാണ്. അപ്പൊ വഴിയെ എല്ലാം എവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ കണ്ണമാലി ഇതാണല്ലോ, കണ്ണമാലിപ്പള്ളി എത്തിയിട്ടുണ്ട്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ കോഴിക്കോട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അറ്റൻഡ് ചെയ്തിട്ട് നേരെ കാലിക്കറ്റ് പോയിട്ട് കല്ലുമ്മക്കായ കഴിക്കാൻ പോവാണ്. അതെ, വെറുതെ അവിടെ ഒരു കല്ലുമ്മക്കായ കഴിക്കാൻ വേണ്ടി കാലിക്കറ്റ് പോവുകയാണ്. അങ്ങനെ നമ്മൾ പല സ്ഥലങ്ങളിലും പോയിട്ട് കല്ലുമ്മക്കല അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കഴിക്കും. ശരി എന്നാ, ബൈ ബൈ. അപ്പം നമ്മൾ ഹൗസ് വാമിങ് നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എത്തിയ കാറ് കുറച്ച് മാറിയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നടന്നാണ് അങ്ങോട്ട് പോകുന്നത്. വീട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. കുറച്ച് നടന്ന് വേണം പോകാനായിട്ട്. അപ്പോൾ വീടിൻ്റെ കുറച്ച് അടുത്തായിട്ട് തന്നെ അവർ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയും അച്ചാറ്, കച്ചമ്പർ, പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ പപ്പടവും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ പിന്നെ സദ്യ ഉണ്ടായിരുന്നു. സദ്യ കഴിക്കാനിരുന്നില്ല. ബിരിയാണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സദ്യ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് സദ്യയുടെ പായസം ഉണ്ടായിരുന്നു കേട്ടോ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പായസം അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്, ഹൗസ് വാമിങ് നടന്ന വീട്. ആ വീടിൻ്റെ ഒരു ചെറിയൊരു വ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ലിവിങ് ഏരിയ. അതുപോലെ തന്നെ ഞാനിങ്ങനെ നൈസായിട്ട് മറ്റേ വാഷ് ഏരിയ ഒന്ന് ജസ്റ്റ് നോക്കുമായിരുന്നു. അപ്പോൾ ഷിയ അവിടെ വന്നിട്ട് നൈസായിട്ട് ഒരു വീഡിയോ എടുത്തു. അങ്ങനെ ഇത് കിച്ചൺ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് മേളിലേക്ക് കയറി പോകുന്ന വഴിയാണ്. മുകളിലേക്ക് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കയറി വരുമ്പോഴത്തേക്കും അവിടെ ഒരു ചെറിയ ലിവിങ് ഏരിയ പോലുണ്ട്.
അങ്ങനെ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങുവാണ് കേട്ടോ. ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോകാനായിട്ടുള്ള ഒരു പുറപ്പാടായിരുന്നു. കാര്യം കോഴിക്കോട് പോകണമായിരുന്നല്ലോ. അങ്ങനെ പിന്നെ എൻ്റെ ഫോണിൽ ചാർജും ഇല്ല. ആകെ ഒരു വല്ലാത്തൊരിതായിരുന്നു. ചാർജർ എടുക്കാൻ മറന്നു. ഹായ് ഗൈസ്, അപ്പോഴത്തേ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മൾ നേരെ ഇനി കോഴിക്കോടിലേക്ക് പോവുകയാണ്. അപ്പൊ ഞാനിനി എനിക്ക് ലോങ് ഡ്രൈവ് അടിക്കേണ്ടതുകൊണ്ട് ഞാൻ ഷൂ ഒക്കെ ഊരി മാറ്റി ചെരുപ്പാക്കി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂ വല്യാളെ പോലെ ഇട്ടിട്ട് കാലൊക്കെ ഭയങ്കര വേദന. ഇനിയിപ്പോ എന്തായാലും ലോങ് ഡ്രൈവ് അല്ലേ, അതുകൊണ്ട് പ്രാവ് പറക്കുന്ന പ്രാവ്, എറണാകുളത്ത് പറക്കുന്ന പ്രാവ്. അതെ അതെ അതെ. അപ്പൊ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി നേരെ നമ്മള് കോഴിക്കോട്. ഇനി ചിലപ്പോൾ മിക്കവാറും വീഡിയോ എടുക്കാൻ ചാൻസ് കുറവായിരിക്കും. എന്റെ ബാറ്ററി ലോ ആണ്. ഞാൻ പറഞ്ഞാണ് ഇറങ്ങിയപ്പോഴേ ഇത് എടുക്കാൻ ചാർജർ എടുത്തില്ല പോസ്റ്റ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയായി പോയി. അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ട് പോകുന്ന യാത്രകൾ ചിലപ്പോൾ ബാറ്ററി തീർന്നില്ലെങ്കിൽ കാണിച്ചു തരാം. എന്താന്ന് വെച്ചാൽ ആരെങ്കിലും ഒക്കെ വിളിച്ചാൽ ഫോണിൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് വീഡിയോ ഒന്നും എടുക്കാതിരിക്കാൻ നോക്കും മാക്സിമം. എന്തായാലും ഞങ്ങൾ പോവാണ്. അപ്പൊ ബൈ ബൈ. അപ്പൊ ഞങ്ങള് നൈസായിട്ട് പോവാണ് കേട്ടോ.